അസ്സലാമു അലൈക്കും. കയ്യും നനയേണ്ട, എന്നാലോ മിക്സിഡ് ജാറും വേണ്ട. ചായ തിളക്കുന്ന സമയം മതിയനും ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തായിരിക്കും ഇപ്പോൾ ഈ ഒരു പലഹാരം? കയ്യും നനയേണ്ട, എന്നാലോ മിക്സിഡ് ജാറും വേണ്ട, ചായ തിളക്കുന്ന സമയം മതിയെന്ന്. എന്നാലേ നിങ്ങൾ സ്വപ്നം കാണാമെന്ന് വിചാരിച്ച് പോട്ടോ. ഇത്രയും നല്ല ഒരു എളുപ്പത്തിലുള്ള പലഹാരവും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരവും സ്വപ്നം കാണാമെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മൾ നേരിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അത്രക്കും സിമ്പിളാണെന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ സത്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കപ്പ് എന്നൊക്കെ വിചാരിച്ചോളി. ഞാനൊരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് വറുക്കാത്ത റവയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണെങ്കിൽ അതെടുക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ആ കോഴിമുട്ടയിലേക്ക് ലേശം ഉപ്പും, ഒരു പിഞ്ച് ഉപ്പ് മാത്രം കേട്ടോ. നമ്മളിത് മധുരം വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ഇത്തിരി പാടുള്ളൂ, കൂടി പോവണ്ട. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്ത പൊടിയാണ്. ഇനി നിങ്ങളടുത്ത് ഏലക്കാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക എടുത്തിട്ട് അതിൻ്റെ കുരു നല്ലോണം ഒന്ന് കുത്തിയിട്ടിട്ട് കൊടുത്താലും മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് നല്ല ജീരകപ്പൊടി കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണോളൊന്നും ഉണ്ടാവില്ല. നല്ല ജീരകത്തിന് പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതില്ല വിചാരിച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. നല്ല ജീരകപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുത്താണ്. അങ്ങനെ ആ ഒരു ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ നല്ല ജീരകപ്പൊടിയും ഉപ്പും പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് റവ 2 വട്ടമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കണ്ട. ആദ്യം കുറച്ച് പകുതി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ടാമത്തതും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് മിക്സ് ആയിട്ടൊക്കെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. റെസ്റ്റ് ചെയ്യാതെയാണ് ഈ ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പകുതി മുക്കാലും പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലേശം അരിപ്പൊടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്താ അത് അരിപ്പൊടി കുളിഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ഒരു ബക്കറ്റിൽ അരി പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ ഇതുപോലൊരു ഗ്ലാസ് അതിലിട്ട് കൂട്ടോ. നല്ല വലിയപ്പോൾ ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് പൊടിയൊക്കെ എടുത്താൽ നമുക്ക് പാകത്തിനുള്ള പത്തിരി ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. വേറൊരു ബൗളൊക്കെ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഗ്ലാസ് അങ്ങനെയെന്ന് ഞാൻ പറയണത്. അപ്പോൾ ഏതായാലും 2 സ്പൂൺ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ ലേശം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു തിക്കായിട്ട് നമുക്കിങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ വേണം. ഒരു ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ അരിപ്പൊടി ഇല്ല വിചാരിച്ചിട്ട് നിങ്ങളത് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള, അതും പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പെട്ടെന്നുള്ളൊരു പലഹാരം തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കാതിരിക്കണ്ട. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ല വിചാരിച്ചിട്ട് അരിപ്പൊടിക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ വേണമെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അരിപ്പൊടി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിൽ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൽ പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല കേട്ടോ. ഒരു ഷേപ്പ് ഉണ്ടാക്കി ഒന്നും വേണ്ട. നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ അങ്ങോട്ട് കോരിയിട്ടാൽ മതി കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെറുതെ ഒരു തമാശക്കും വേണ്ടിയിട്ട് ഇതുപോലെ നുരുട്ടിയിട്ട് ഒരു കുഴിച്ചു കൊടുക്കേണ്ടി കേട്ടോ. അപ്പോൾ വേറൊരു അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉരുട്ടിയോ പരത്തിയോ ചപ്പിച്ചോ സ്പൂൺ കൊണ്ട് കോരി എങ്ങനെ വേണമെങ്കിലും ഇട്ടെടുക്കാം. എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുണ്ടല്ലോ വെട്ട് കേക്കൊക്കെ കഴിക്കണം, അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. വെട്ട് കേക്കിൽ ആരാലേ നല്ല ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കുക. എന്നാൽ ഇതിലതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ വെട്ട് കേക്കിനേക്കാളും ഒരുപാട് ടേസ്റ്റ് മുന്നിലാണ്. വെട്ട് കേക്കിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റിനേക്കാളും ഒന്നും കൂടി മുമ്പിലായിരിക്കും ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് വൈകുന്നേരമൊക്കെ ചായ ഉണ്ടാക്കിയിട്ട് എന്താ പിന്നെ ഉണ്ടാക്കുക എന്നൊക്കെ കരുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച റവ ഉണ്ടാവുമല്ലോ, അത് ലേശം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഇനി അമ്മായിമ്മ ഉണ്ടെങ്കിലും അമ്മഷാങ്ക ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ അതുപോലെ തന്നെ ആരുണ്ടെങ്കിലും ഓർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ചെയ്യും. ഇനി നാളെയും ഇതായാലോ എന്ന് ചിന്തിക്കാത്ത ആരുണ്ടാവില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കണ നമുക്കും എളുപ്പമാണല്ലോ. ചിലതൊക്കെ എത്രയേ പണി ഒരു പലഹാരം ഉണ്ടാക്കാൻ. എന്നാൽ ചിലപ്പോൾ നമുക്ക് നാവിന് നല്ലൊരു രുചിയായിട്ട് കിട്ടൂല. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ്, എന്നാലോ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എന്താണ് വെച്ചാൽ ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ടുള്ളൂ കേട്ടോ, കുറച്ചൊന്നും കൊടുക്കണ്ട. കാരണം ഈ ഒരു റവ വെന്ത് അരച്ചിട്ട് ഏറി പോകുന്നില്ല. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ചെയ്യണത്. ഓയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കണത്. അപ്പോൾ ഇതുപോലെ പരന്ന ചട്ടി വെച്ചെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ചീനച്ചട്ടിയൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് കുറേ എണ്ണയൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇട്ടുകൊടുക്കാൻ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് മുങ്ങി പൊരിയണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പരന്നൊരു പാൻ എടുത്തിട്ടാണ് കേട്ടോ ഇട്ടുകൊടുത്തത്. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു അളവിൽ 2 വട്ടം ഇട്ടാൽ തന്നെ പെട്ടെന്ന് തീരും. 2 വട്ടം ഇടാനൊന്നും ഉണ്ടാവില്ല, ഒരു വട്ടം ചട്ടി നിറച്ചിട്ടിട്ടുണ്ടെങ്കിലും 2ാം പ്രാവശ്യത്തിനൊരു പകുതിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ 2 സൈഡും നല്ലോണം കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഞാൻ തീ കുറച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും ആ ഒരു കോഴിമുട്ടയും നല്ല ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്തൊരു നല്ലൊരു, നമ്മൾ ഒരു ബേക്കറിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവുമല്ലോ, ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കണ ആ സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും അല്ലേ, അതിനേക്കാളും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ബേക്കറി ഉണ്ടാക്കണോടത്ത് ചിലപ്പം ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ലൊരു സ്മെല്ല്, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലടുക്കളാകുമ്പോൾ പിന്നെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ എന്ന് പറഞ്ഞാൽ ബേക്കറിയിൽ പലതരം പലഹാരങ്ങളും ഉണ്ടാക്കണോണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ചണ്ടികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്മെല്ലൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. പക്ഷേ ഇത് വല്ലാത്തൊരു സ്മെല്ല് കേട്ടോ, നല്ലൊരു സ്മെല്ല്. അപ്പോൾ ഇതാ ഒറ്റ പ്രാവശ്യമുള്ള കോരിയിട്ട് 2ാമത്തെ ഇടാൻ വല്ലാത്തൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ, ഇതിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അത്രയേ ഉള്ളൂ. എന്തൊരു സിമ്പിളാണ് അല്ലേ, ഇത്ര സിമ്പിളായിട്ടൊക്കെ എവിടെ നിന്ന് പലഹാരം കിട്ടാനാ. പക്ഷേ നമ്മളിപ്പോൾ ഒരു വെട്ട് കേക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിന് എത്ര പൈസ കൊടുക്കണം. നമ്മളെ വീട്ടിൽ ഒരു 5-10 ആളൊക്കെ ഉണ്ടെങ്കിൽ എത്ര രൂപയുടെ ചിലവുണ്ടല്ലോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. ഇതാകുമ്പോൾ നമുക്ക് ചിലവ് ഒരുപാട് കുറവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് റവക്ക് 1 മുട്ട ചേർത്താലും മതിയാകും. അപ്പോൾ അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ലേശം പാലോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കഴിയണതും മുട്ട 2 എണ്ണം തന്നെ ചേർക്കുക, അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ 2ഉം കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താല്ലേ എളുപ്പം. ഈ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. കാരണം ഇത്രയും സിമ്പിൾ ആർക്കറിയാം, ആരുണ്ടാക്കുക. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയെന്ന് കണ്ടാൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം കൂടിയാണ് കേട്ടത്. ഇത് നിങ്ങൾ പൊടികളൊന്നും വെച്ചിട്ട് ചെയ്യരുത്, അരിപ്പൊടി വെച്ചിട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ടോ മൈദപ്പൊടി വെച്ചിട്ടൊന്നും ചെയ്യരുത്. ഈ ഒരു പലഹാരം റവ വെച്ചിട്ട് തന്നെ ചെയ്യാട്ടോ. വറുത്ത റവാലും വറുക്കാത്ത റവാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് എൻ്റെ റവയ്ക്ക് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് വൈറ്റ് മാത്രമാണെങ്കിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിതുപോലത്തെ ഈ മഞ്ഞ റവ എടുക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കലുണ്ട് ഇതെന്ത് റവയാണെന്ന്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ റവ കിട്ടുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതാ മക്കളെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്തൊരു എളുപ്പമാണ്. ഒരു ചമ്മന്തി അരക്കണ സമയം, ഒരു ചായ ഉണ്ടാക്കുന്ന സമയം, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈക്കൊക്കെ തരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നോക്കിട്ടോ. നിങ്ങളത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു പലഹാരം. ഉണ്ടാക്കി നോക്കുന്നുള്ളതും 100% ഉറപ്പാണ് കേട്ടോ. കാരണം എന്താ പണി, ഒരു പണിയില്ല. 2 മുട്ട അങ്ങോട്ട് ഉടച്ച് പോരുക, റവ എടുക്കുക, കലക്കുക, ലേശം അരിപ്പൊടി ഇടുക, ലേശം ഇതൊക്കെ ഇടുക, നല്ല ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, ലേശം ഉപ്പ്, പഞ്ചസാര, അതൊക്കെ ഇട്ട് ഒന്നാണ്ട് ഇളക്കി കഴിഞ്ഞാൽ സംഭവം റെഡി. പിന്നെ ചൂടുള്ള എണ്ണയ്ക്കൊന്നാണ്ട് ഇട്ട് വറുത്ത് കോരുക. ഇതിൽ എളുപ്പമുള്ള പലഹാരം ഈ സ്വപ്നത്തിലും പോലും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ചില എളുപ്പത്തിലുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇതെന്താ സ്വപ്നം കാണാണോന്ന്. എന്നാലേ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഇത് സ്വപ്നമൊന്നുമല്ല, അത് ശരിക്കും തന്നെയാണ്. കാരണം ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് മാത്രമല്ല, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം കൂടി ആയിട്ടല്ല അങ്ങനെ വിചാരിക്കണത്. എന്നാൽ ഇനി എല്ലാവരും ഇതന്നെ ഉണ്ടാക്കി നോക്കുക. ഇനി വേഗം വൈകുന്നേരം ആയാൽ 20-50 ഒക്കെ കൊടുത്തിട്ട് മക്കൾ വേഗം പീടികയ്ക്ക് അയക്കണ്ട കേട്ടോ. എന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സുകളൊക്കെ നമ്മൾ മക്കൾക്ക് വീട്ടിൽ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഓർക്ക് നല്ല ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം, നമുക്ക് കാശിന് വലിയ ചിലവുമില്ല. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറയുകയും ചെയ്യും.
അപ്പോൾ റവ ഒക്കെ കൊണ്ടുവരും, ഒരുപാട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ റവ കൊണ്ട് ചെയ്യാറുണ്ട് അല്ലേ, വെട്ട് കേക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ആരും അതിമ തന്നെ കൂടണം കേട്ടോ, ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.